ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആവാറല്ലേ, അപ്പോൾ നോമ്പിന് ഒട്ടുമിക്ക വീടുകളിലും ബ്രെഡ് ക്രംസ് യൂസ് ചെയ്തിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ കൂടുതലായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ നോമ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ എങ്ങനെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെച്ചോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആദ്യം തന്നെ മെയിനായിട്ട് കുറച്ചധികം തന്നെ ബ്രെഡ് സ്ലൈസസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഇപ്പോൾ നോമ്പൊക്കെ ആവാറായതുകൊണ്ട് ഒരു ചെറിയ പാക്കറ്റ് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് മൊത്തത്തിൽ ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പുതിയ ബ്രെഡ് തന്നെ വാങ്ങിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിയ ബാക്കി സൈഡ് പാർട്ട് ഉണ്ടാവില്ല, ഇതുപോലെ ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന ബ്രെഡൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെക്കൊണ്ടും ഇതേ രീതിയിൽ ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ നോമ്പൊക്കെ അല്ല, അതുകൊണ്ട് അത്യാവശ്യം എന്തായാലും എനിക്ക് ബ്രെഡ് ക്രംസും കാര്യങ്ങളും ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റ് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇതാ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ചെറുതോ വലുതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പൊടിച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് 1-2 സ്ലൈസസ് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് പാർട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് മൊത്തത്തിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് 1-2 തവണയായിട്ട് കറക്കിയെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നൈസായിട്ട് ഭയങ്കര പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല കേട്ടോ, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓവർ തരിതരിപ്പും പാടില്ല, എന്നാൽ ഭയങ്കരമായിട്ട് പൗഡർ ആവാനും പാടില്ല. ഈ ഒരു രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ, എങ്കിലേ കറക്റ്റ് ടെക്സ്റ്റിൽ നമുക്ക് സ്നാക്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഡയറക്റ്റ് നമ്മൾ ഏതിലാണോ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു പാനിലേക്ക് ഇതുപോലെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മൊത്തത്തിൽ ബ്രെഡ് സ്ലൈസസ് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റ് ബ്രെഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റത്തെ പീസും ലാസ്റ്റത്തെ പീസും കുറച്ചൊരു ഡാർക്ക് കളറല്ലേ ഉണ്ടാവുക, അതൊന്നും ഒട്ടും തന്നെ വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അതും ഞാൻ ഇതുപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതാണ് ഒരു ചെറിയൊരു കളർ മാറ്റം കണ്ടില്ലേ. അപ്പോൾ ഇതാ അങ്ങനെ ഓരോ ബാച്ചായിട്ട് ഞാൻ ഒരു ചെറിയ പാക്കറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടില്ല, അത് മൊത്തത്തിലായിട്ട് ഇതേ രീതിയിൽ പൊടിച്ചെടുത്തിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് സ്നാക്സ് ചെയ്തെടുക്കുമ്പോൾ അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഞാൻ ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ അവിടെ ഇവിടെ മാത്രം റോസ്റ്റ് ആയിട്ട് മൊത്തത്തിൽ അങ്ങനെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇതുപോലെ ഇടയ്ക്കിടെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു റോസ്റ്റായി വരുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല വേറിട്ട് നിൽക്കും കേട്ടോ, ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ. ഇപ്പം നമുക്ക് ഇളക്കുന്ന സമയത്ത് ഒന്ന് കുഴഞ്ഞ പോലെയൊക്കെ തോന്നാം, പക്ഷെ ഒന്നും പേടിക്കേണ്ട, നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നല്ല വേറിട്ട് പൊടിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഏകദേശം ഒരു റോസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റാണ് കേട്ടോ, 15 മുതൽ 20 മിനിറ്റ് വരെ, കാരണം ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസം വരുമല്ലോ, അതുകൊണ്ട് 15 to 20 മിനിറ്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു റോസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ശരിക്കും ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് 2-3 രീതിയിൽ ഉണ്ടാക്കുക, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഞാൻ ഈ കാണിക്കുന്ന രീതി എന്ന് പറയുന്നത് നമുക്കൊരു 5-6 മാസത്തോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അറിയാമല്ലോ, നോർമൽ എല്ലാവരും ബ്രെഡ് സ്ലൈസസ് എടുക്കും, മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് സ്നാക്സിൽ യൂസ് ചെയ്യും, അതൊന്നാമത്തെ രീതിയാണ്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബ്രെഡിന് നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കാതെ 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കും, അതായത് ഒരു ബ്രൗൺ കളറായി ക്രിസ്പി ആകുന്നവരെ. അങ്ങനെ ടോസ്റ്റ് ചെയ്ത ബ്രെഡിനെ കൈകൊണ്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് ആയി കേട്ടോ. പക്ഷെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ ഒരു ദിവസമൊക്കെ. പക്ഷേ നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമ്മൾ സ്നാക്സിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ, കട്ട്ലേറ്റിലും കാര്യത്തിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ
എൻ്റെ ബ്രെഡ് ക്രംസ് ഇതാ കളറ് മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ, ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആർക്കാലും മനസ്സിലാക്കിയോളും. അപ്പോൾ ഇതേ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു അളവൊക്കെ കുറഞ്ഞ് വന്നില്ല, അത് നല്ല കുറേ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നിയില്ല. ഇപ്പോൾ ഇതാ കുറഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇളക്കുമ്പോൾ തന്നെ വേറിട്ട് നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിൻ്റെ സൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ക്രിസ്പി ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ സെർവ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ നോമ്പിന് എന്തായാലും ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചോ കേട്ടോ, നമുക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളൊരു ഐറ്റമാണ്. അങ്ങനെ ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഏത് ജാറും എടുക്കുക കേട്ടോ, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ നോമ്പിന് ഓൾമോസ്റ്റ് ഇത് പെട്ടെന്ന് തന്നെ തീർന്നോളും. അപ്പോൾ തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 മാസത്തേക്ക് കേടുകൂടാതെ തന്നെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തന്നെ വിചാരിക്കുന്നു. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള പല പല വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്